നമസ്കാരം. മംഗളൂരുവിലാണുള്ളത്. മംഗളൂരിൽ നിന്ന് ഞങ്ങൾ ഇന്ന് യശ്വന്തൂരിലോട്ട് പോവുകയാണ്. യശ്വന്തൂരിലോട്ട് പോകുന്നത് ഒരു കിഡിലൻ ട്രെയിൻ റൂട്ടാണ്. അതായത് മംഗളൂരു നിന്ന് സകലേഷ്പൂർ വഴി, അതായത് നല്ല വെസ്റ്റേൺ കട്ടൊക്കെ കണ്ട് കിഡിലൻ ട്രെയിൻ റൂട്ടാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് അല്ലേ? അതെ, നമ്മളുണ്ടല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അതായത് ഇന്ന് വെളുപ്പിനേ ഇറങ്ങി. നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഒരു 5 മണിക്ക് മുന്നേ നമ്മൾ ഉറങ്ങിയൊക്കെ എണീറ്റ് 4 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റ്. അതിന് മുമ്പ് ഉറങ്ങിയൊക്കെ എണീറ്റ് നേരെ നമ്മളെങ്ങോട്ട് പോയി, നമ്മളെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി. പയ്യന്നൂരിൽ നിന്ന് കയറിയ വണ്ടി എന്ന് പറഞ്ഞാൽ 7:20 മലബാർ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ കയറിയത്. അത് ഇവിടെ ഒരു 10-10:30 ആവുന്ന സമയത്ത് എത്തി. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ കാല് കുത്താൻ അടുവില്ല. പിന്നെ എല്ലാം നിർത്തി വരുന്ന വണ്ടിയാണ് മലബാർ. അതെ, അവിടുന്ന് പിന്നെ നമ്മൾ ബസ് കയറിയിട്ട് നമ്മുടെ ജംഗ്ഷനിലേക്ക് ഇപ്പൊ ഇവിടെ എത്തി. നമുക്കിണ്ടല്ലോ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മംഗലാപുരം ജംഗ്ഷന് 11:30. വണ്ടിയുടെ പേര് വരൂ ഗോമതേശ്വര എക്സ്പ്രസ്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു 400 മീറ്ററും കൂടി ഉണ്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനല്ലേ? അതെ അതെ അതെ. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ് വണ്ടി ഇപ്പോൾ പുറപ്പെടുന്നത്. ഇവിടെ വന്നിട്ടുണ്ട്. വേറെ വണ്ടി ഈ സമയത്ത് ഇല്ലല്ലോ അല്ലേ? പുറപ്പെടുന്നത്. ആ, ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഈ വണ്ടി ഇവിടെ നല്ലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞാൽ WDP 4D ആണ്. ഇത് കൃഷ്ണരാജപുരത്തിൻ്റെയാണ് ലോക്കോമോട്ടീവ് ഷെഡ്, കൃഷ്ണരാജപുരം. ഞങ്ങളെ കോച്ച് വരുന്നത് D1 ആണ്, സെക്കൻഡ് സീറ്റിംഗ് ആണ് എടുത്തത്. ഇതിൽ 2 വിസ്ഡോം കോച്ച് ഉണ്ട്. വിസ്റ്റഡോം എന്ന് ഞാൻ പറയുന്ന ആ ഒരു നേക്ക് എങ്ങനെയാണ്? വിസ്റ്റഡോം തന്നെയാണ്, വിസ്റ്റഡോം എന്നാണ്. ആ, തെറ്റാറുണ്ട്. ഇതാണ് ഇതിൻ്റെ വിസ്റ്റഡോം. ഇവിടെ നിന്നുണ്ടല്ലോ ഒരു വ്യൂ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പുറകിലാണ് വരേണ്ടത്. ഇപ്പോൾ നേരെ ലോക്കോ ആയതുകൊണ്ട് ഒന്നും കാണൂല. ഇതിലൊക്കെ ഉണ്ടല്ലോ നേരത്തെ ബുക്ക് ചെയ്യണം, എന്നാലും മാത്രമേ ടിക്കറ്റ് ഉള്ളൂ. ഇതാണ് വിസ്റ്റോം കോച്ച്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇതിൻ്റെ വിസ്റ്റോം കോച്ച് യാത്ര ചെയ്യുന്നില്ല, പക്ഷെ മൺസൂൺ മാസത്തിൽ മാത്രമാണെന്നേ ഉള്ളൂ അല്ലേ? ഒരു മൺസൂൺ ടൈം അല്ല. നമ്മൾ മൺസൂൺ ടൈമിൽ ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരാൻ ഒരു ആലോചനയുണ്ട്. അത് ഈ ട്രെയിന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ വിസ്റ്റഡോമുള്ള എല്ലാ ട്രെയിനിലും റൂട്ടുകളിൽ, അത്യാവശ്യം മെയിൻ റൂട്ടുകളിലൊക്കെ കയറാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ സമയം 10:57. നമ്മളെ കോച്ചിലോട്ട് വിട്ടാലോ? നമുക്ക് നമ്മളടുത്തേക്കോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനിയിപ്പം പെട്ടെന്ന് തിരക്കിട്ടിട്ട് വേണ്ടല്ലോ. മംഗളൂരു ജംഗ്ഷൻ നമുക്ക് വീഡിയോൻ്റെ അവസാന ഭാഗത്ത് പറയാം. ഒരു C1 ഉണ്ട്, 2 വിസ്ഡോം കോച്ചും അതുപോലെ തന്നെ ഒരു C1 പിന്നെ 5 സെക്കൻഡ് സീറ്റിങ്. ഈ D1 D2 D3 D4 D5 അത് കഴിഞ്ഞിട്ടാണ് ജനറൽ ക്ലാസ് വരുന്നത്. ജനറൽ കുറച്ച് നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി ഇതാണ്. ഈ വണ്ടി തന്നെ യശ്വന്തൂർ കാർവാർ വണ്ടിയായിട്ടും റേക്ക് ഷെയറിങ് നടത്തുന്നുണ്ട്. 2 റൂട്ടിലോട്ട് വന്ന് യശ്വന്തൂർ മംഗളൂരു യശ്വന്തൂർ കാർവാർ യശ്വന്തൂർ. റേക്ക് ഷെയറിങ്ങിലെ വണ്ടിയാണല്ലേ? ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ D1 കോച്ചിലോട്ട് പോവാം. നല്ലുണ്ട്. ഞങ്ങളുടെ കോച്ചായ D1 കോച്ചിൽ കയറിയിരിക്കുകയാണ്. D1 കോച്ചിൽ ഇവിടെ നമുക്കൊരു ടേബിളും കാര്യമുണ്ട്, അതുപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പറഞ്ഞു തന്നത് ഞങ്ങളുടെ ഒരു സീറ്റ് ഇവിടെയാണ്, ഒരു സീറ്റ് വരുന്നത് അങ്ങ് അവിടെയാണ്. അത് ഒരുമിച്ച് ബുക്ക് ചെയ്തതാണ്. ഒരുപാട് അവൈലബിലിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ ബുക്ക് ചെയ്തതാണ്, പക്ഷെ കിട്ടിയത് മാറിപ്പോയി അല്ലേ? അതുപോലെ തന്നെ വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ എന്റെ അപ്പുറത്തെ ലെഫ്റ്റ് ഭാഗത്ത് അധികം വിസിബിലിറ്റി ഇല്ല, കാരണം വിൻഡോ ക്ലോസ് ആണ്. ഇപ്പം റൈറ്റ് ഭാഗത്ത് മനുവിന്റെ ഭാഗത്ത് മാത്രം നല്ലൊരു വിസിബിലിറ്റി ഉള്ളൂ. നമ്മളുണ്ടല്ലോ ഈ സകലേഷ്പൂർ റൂട്ട് പോകുമ്പോണ്ടല്ലോ, മംഗലാപുരത്ത് നിന്ന് യശ്വന്തൂരിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നല്ല കാഴ്ചകളില്ല. അപ്പം പോകുന്നവർ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാം. നമ്മളെന്തായാലും ആ ട്രെയിൻ പതുക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡോറിൻ്റെ അവിടെ പോകും. കാരണം ഇത് എത്രയോ മണിക്കൂർ ചിലവിട്ടിട്ടാണ് അവിടെ എത്തുന്നത്. കാരണം സകലേഷ്പൂർ ടു സുബ്രഹ്മണ്യ ടു സകലേഷ്പൂർ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് വണ്ടി എത്താൻ. മെല്ലെ പോകുള്ളൂ. പിന്നെ നമ്മളെ ഫെയറിന്റെ കാര്യം പറയാം. ഫെയറിന്റെ കാര്യം വെച്ചാൽ ഇതിൽ ജനറൽ ഉണ്ടെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 125-130 രൂപ ജനറലിനാവും. നമ്മൾ ബുക്ക് ചെയ്തത് സെക്കൻഡ് സീറ്റിംഗ് ആണ്, റിസർവ് ചെയ്താണ്. 155 രൂപ. അത് കഴിഞ്ഞിട്ട് C1, അതായത് നമ്മുടെ ചെയർകാറിന് വരുന്നത് 560 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് EV നമ്മുടെ വിസ്റ്റഡോമിന് 1560 രൂപ, 1500 ചില്ലറ വരുന്നുണ്ട്. അതെ, ആ റേഞ്ചിൽ വരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് 11:30 വണ്ടി എടുത്തു. മംഗളൂരു നിന്ന് കറക്റ്റ് 11:30 തന്നെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഷാർപ്പ് ടൈം, ഒരു മാറ്റവും. ഇനിയിപ്പോൾ ഇവിടെ 2 വണ്ടികൾ വരാനുണ്ട്. ഒന്ന് പൂനെ ജംഗ്ഷനിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലോട്ട് പോകുന്ന സൂപ്പർ ഫാസ്റ്റ്. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ ട്രിവാൻഡ്രം സെൻട്രൽ രാജധാനി. 2 ഏകദേശം ഒരേപോലെ വരുന്നത്.
ഒരു അരമണിക്കൂറിൻ്റെ ഏറ്റവും ഗ്യാപ്പേ ഉള്ളൂ. ഈ മംഗലാപുരത്ത് നിന്ന് യശ്വന്തൂരിലോട്ട് പോകുമ്പോൾ വിസ്ഡോം കോച്ച് എടുത്താണ്ടല്ലോ നമുക്ക് ആ ഒരു ബ്യൂട്ടി കിട്ടില്ല. കാരണം നമ്മുടെ ലോക്കോനെ ഫേസ് ആയിട്ടാണല്ലോ നമ്മുടെ ആ ഒരു വിസ്ഡോം കോച്ച് ഉള്ളത്. യശ്വന്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരുവാണെങ്കിൽ കിടിലം ബ്യൂട്ടി ആയിരിക്കും. കാരണം നമുക്ക് പുറകിൽ നിന്നുള്ള നല്ല അടിപൊളി കിടിലം വിഷ്വൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. നമ്മളിപ്പം വേറൊരു ഡിവിയേഷൻ എടുക്കും. കാരണം നമ്മൾ നേരെ സകലേഷ്പൂരിലേക്കുള്ള ഡയറക്ഷൻ എടുക്കും. ഇത് നേരെ പോകുന്നത് പനവേലിലേക്ക്, മഡ്ഗാവ് പനവേൽ റൂട്ടാണ് ഇത് ഈ ഫ്രണ്ട് കാണുന്നത്. നമ്മൾ സുബ്രഹ്മണ്യ റോഡ് സകലേഷ്പൂർ റൂട്ടിലോട്ട് എടുത്തിരിക്കുകയാണ്. ജനറൽ ഏറ്റവും പുറകിലാണതാ, പുറകു ഭാഗത്താണ് ജനറൽ മൊത്തം ഉള്ളത്. ബണ്ഡാവാല റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഈ റൂട്ടിൽ. ബണ്ഡാവാല റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇപ്പോൾ 11:56 സമയം. വണ്ടി ഡിലേ ഒന്നുമില്ല. പിന്നെ ഇവിടെ 1 മിനിറ്റ് മാത്രമേ ഹോൾഡ്. പിന്നെ നമ്മുടെ വണ്ടീനെ കുറിച്ചൊരു കാര്യം പറയാൻ വിട്ടുപോയി. മംഗലാപുരത്ത് നമ്മുടെ വണ്ടി കൃത്യം 11:30 സ്റ്റാർട്ട് ചെയ്തല്ലോ. നമ്മുടെ വണ്ടിയുടെ പേര് ഗോമതേശ്വര എക്സ്പ്രസ് ആണ്. അതായത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണ് ആഴ്ചയിൽ 3 ദിവസങ്ങളാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത്. ഇതിന് പുറമെ ബാക്കിയുള്ള ദിവസങ്ങളില്ല. അതായത് ഇത് തിങ്കളും ബുധനും വെള്ളിയാണെന്ന് പറഞ്ഞു. ബാക്കി വരുന്ന ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഇതുപോലെ തന്നെ വേറൊരു വണ്ടി പുറപ്പെടുന്നത്. ആ വണ്ടിയാണ് നേരത്തെ നമ്മുടെ ഇതിൻ്റെ റേക്ക് ഷെയറിങ് വരുന്ന കർവാർ യശ്വന്തൂർ വണ്ടി. അത് 11:30 തന്നെയാണ്. പിന്നെ ഇതിന് പുറമെ ഞായറാഴ്ച വിട്ടുപോയി. ഞായറാഴ്ച വേറൊരു വണ്ടിയുണ്ട്, വീക്ക്ലി വണ്ടി. അതായത് അത് രാവിലെ 9:15 മംഗളൂർ ജംഗ്ഷനിൽ. അത് യശ്വന്തൂരേക്ക്. നമ്മൾ നല്ല അടിപൊളി കോച്ചാണ് കേട്ടോ. അല്ല നല്ല വൃത്തിയല്ലേ, നല്ല നീല കളർ അല്ലേ, നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയാണ് വണ്ടി. വണ്ടി ഇവിടുന്ന് ഇതിൽ എടുത്തിട്ടില്ലല്ലോ. സ്റ്റോപ്പ് എന്തായാലും എനിക്ക് ക്രോസിംഗ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? നമുക്ക് മിക്കവാറും സിംഗിൾ ലൈനാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു ക്രോസിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം യശ്വന്തൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടി ഉണ്ടാവും. ശരിയാണ് ശരിയാണ്. ഇവിടുന്നാണെന്ന് പറയാൻ പറ്റും. അത് സകലേഷ്പൂർ ആ റൂട്ട് കയറിയിട്ടേ കിട്ടുള്ളൂ. ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. നല്ല കാമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അധികം ക്രൗഡ്നെസ് ഒന്നുമില്ലേ റെയിൽവേ സ്റ്റേഷനിൽ. വണ്ടികളും കുറവല്ലേ. ഒരു റിവർ, നല്ല വെള്ളമുണ്ട് കേട്ടോ. Kabakapattur. ഇതുണ്ട് ഇവിടെ ഒരു ആൽമരൊക്കെ കണ്ടത്.
അമ്പക്കപ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. യശ്വന്തപൂരിലേക്ക് നമുക്ക് മംഗലാപുരത്ത് നിന്ന് 360 കിലോമീറ്റർ പോകാനുണ്ട്. അതായത് ഇപ്പം 3ാമത്തെ സ്റ്റേഷൻ വന്നേ ഉള്ളൂ. അവിടെ മംഗലാപുരത്ത് നിന്ന് യശ്വന്തപൂരിൻ്റെ ഇടയ്ക്ക് 12 സ്റ്റേഷനിൽ ഈ വണ്ടി സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ ഞങ്ങൾ മംഗലാപുരത്ത് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിന് കഴിക്കണം അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. രാവിലെ പെട്ടെന്ന് രാവിലെ ഇറങ്ങിയതാണല്ലോ, അത് കഴിക്കണം. ഈ വണ്ടി ഇവിടുന്ന് എടുത്തതിന് ശേഷം കഴിക്കാം അല്ലേ? അതെ അതെ അതെ. ഇവിടുന്ന് വണ്ടി എടുത്തു. രണ്ട് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നത് സുബ്രഹ്മണ്യ റോഡ്. അവിടത്തോട്ട് 40 കിലോമീറ്ററിൻ്റെ മുകളിൽ ദൂരമുണ്ട്. അവിടെ നിന്ന് വണ്ടി എടുത്തല്ലോ. ഇപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. ചിക്കൻ ബിരിയാണിയാണ്. ഇതുണ്ടോ, ഇത് ചിക്കൻ ബിരിയാണിയിൽ കറക്റ്റ് ഇവരെ കാറ്ററിങ്ങിൻ്റെ അവരെ സ്റ്റാളിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി എന്ന് എഴുതിയിട്ടുണ്ട്, പ്രൈസ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടതല്ലേ? ഇങ്ങനെയാണ് വേണ്ടത്. അപ്പം ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാമല്ലോ. മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ തന്നെ വാങ്ങിച്ച് തന്നെയാണ്. വേണ്ട കളർ അതേപോലെ തന്നെ ആ മസാലയിലേക്ക് എത്തേക്കാം. ഇത് അച്ചാറല്ലേ? ഇത് അടിയിൽ വെക്കാം. ഒന്ന് അടിയിൽ വെച്ചോ, അതൊന്നും എടുത്തോ. ഇത് കഴിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് പറയാം. ആ സ്പൂണൊന്ന് വന്നേക്ക്. എത്ര പീസ് ഉണ്ട് ഇതിൽ? അച്ചാറ് വെച്ച ഒരു പീസ് കൈയും കൊണ്ടൊന്നും എടുക്കണ്ട. ഒരു പീസേ ഉള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു അല്ലേ? നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ സുബ്രഹ്മണ്യ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങളുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ മുതലാണ് നമ്മൾ പറഞ്ഞ ഗഡ് സെക്ഷൻ റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, സകലേഷ്പൂർ വരെ. അതാണ് നമുക്ക് കാണേണ്ടത്. സുബ്രഹ്മണ്യ റോഡല്ലേ? സുബ്രഹ്മണ്യ റോഡ്. നമ്മൾ ഏകദേശം ഈ റെയിൽവേ സ്റ്റേഷൻ നടുക്കായിട്ടാണ് നിർത്തുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ സുബ്രഹ്മണ്യ റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. 16576 അതാണ് നമ്മുടെ വണ്ടി നമ്പർ വരുന്നത്. ഇവിടെ വണ്ടിക്ക് 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. പിന്നെ സുബ്രഹ്മണ്യ റോഡ് പറഞ്ഞാൽ നമ്മൾ മൂകാംബിക പോയ സമയത്ത് ബൈന്ദൂർ റോഡ് മൂകാംബിക റോഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ പോയിട്ടുണ്ടായില്ലേ, അതേപോലെ തന്നെ സുബ്രഹ്മണ്യ റോഡ് എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മുടെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇവിടുന്ന് 13 കിലോമീറ്റർ പോയാൽ നമുക്ക് എത്തും. ഇതിന് പുറത്ത് തന്നെ നമുക്ക് എന്താ പറയുക, കർണാടക KSRTC ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് പോയി കാണിക്കാനുള്ളൊരു സമയം ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ ലോക്ക് ഘടിപ്പിക്കും തോന്നല്ലേ? കാരണം ഗഡ് സെക്ഷൻ ആണല്ലോ. പറഞ്ഞ പോലെ ഇവിടുന്ന് ധർമ്മസ്ഥലയിലേക്ക് 42 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ പറയാനെന്ന് വെച്ചാല് പിന്നെന്താ പറയാ, ഇനിയാണ് ഗഡ് സെക്ഷൻ തുടങ്ങുന്നത്. അതെ, 55 കിലോമീറ്റർ ആണ് ഇവിടുന്ന് സകലേഷ്പൂരിലേക്ക് വരുന്നത്. 55 കിലോമീറ്റർ പറഞ്ഞാല് നമുക്ക് ഈ വണ്ടി ഓടുന്ന ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറാണ് ആ റൂട്ട് വഴിയല്ലേ. അത്രയും പതുക്കിയാ പോകുന്നത്. അതായത് ഇപ്പം 1:15 പുറപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടി സകലേഷ്പൂരിൽ 55 കിലോമീറ്റർ കവർ ചെയ്ത് എത്തുന്നത് 3:45. ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ ലോക്കോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് അവിടത്തേക്ക് ഓടുമ്പോൾ ആണ് ഇവിടെ സിഗ്നൽ കണ്ടത്. പിന്നെ ഡയറക്റ്റ് കയറി ഒരു പട്ടിക്കുട്ടനെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ റിസ്ക് എടുക്കാൻ കഴിയില്ല. ആ പുറകിൽ റിസർവേഷൻ കോച്ചൊന്നുമില്ല. അടുപ്പിച്ച് 4 ജനറൽ ക്ലാസ് ഉള്ളതുകൊണ്ട് പിന്നെ ഓടി ചാടി കയറാനൊന്നും പറ്റില്ലല്ലോ. ഫ്രണ്ടിലാണ് റിസർവേഷൻ കോച്ച് മൊത്തം ഉള്ളത്.
കറവാണ് ഒരു ഈ ടണൽ കഴിഞ്ഞോടെ സ്റ്റാർട്ട് ചെയ്യുന്ന കറവാണ്. ബ്രിഡ്ജുകളൊക്കെ വരാനുണ്ട് എത്ര കേട്ടോ. ഇവിടെ 2 ടണലായതേ ഉള്ളൂ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മഴക്കാറൊന്നുമില്ല. മഴ സമയത്ത് വരുമ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരിക്കും. അത് വിസ്ഡാമിൽ തന്നെ പോണല്ലേ മഴക്കാലത്തല്ലേ? ആ മഴക്കാലത്ത് അത് നമുക്ക് യശ്വന്തപുരം മംഗലാപുരത്തേക്ക് വരണം, എന്നാലേ പുറകിൽ കിട്ടൂലേ. മഴക്കാലത്ത് വരുമ്പോൾ ഈ ടണലിനെല്ലാം ഉണ്ടല്ലോ എന്നെ വെള്ളം വീഴുന്നൊക്കെ കാണാം. ഇതൊരു പ്രത്യേക ഫീലിംഗ് തന്നെ ആയിരിക്കും. നല്ല താഴ്ച കിട്ടുക. ഇതിലേ കൂടെ ഒരു സ്ട്രീമൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നെ ആ വളഞ്ഞു വരുന്ന കാണാൻ എന്താ ലുക്ക്. ഇനി നേരെ കയറി പോകുന്നൊരു ടണലിൻ്റെ ഉള്ളിലോട്ടാണ്. നല്ലൊരു ഇതിൽ വീട്ടിൽ നോക്കിയ എന്തായാലും ആ ടണലിനാണ് നേരെ വണ്ടി ഇറങ്ങി വരുന്നത്. കണ്ടതാ അടുത്തത് ഒരു ടണൽ കൂടുതലുണ്ട് ഈ റൂട്ടിൽ. ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു സ്ഥലത്തെത്തി. WD-G4 3 ലോകം. ഇത് യശ്വന്തപുരിൽ നിന്ന് വരുന്ന വണ്ടി തന്നെ. യശ്വന്തപുരിൽ നിന്ന് മംഗലാപുരം 3 ലോകം അല്ലേ? യശ്വന്തപുരിൽ നിന്ന് കർവാറായിരിക്കും അല്ലേ? ഇത് മിക്കവാറും കർവാറായിരിക്കും. 3 ലോക്കോ ഫ്രണ്ടിൽ. ഇനി പുറകിലുണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം കാര്യം. നമ്മുടെ വണ്ടി ഇവിടെ നിർത്താനുള്ള ചാൻസ് ഉണ്ടാവും അല്ലേ? ചെറിയ ചാൻസ് കാണുന്നുണ്ടല്ലോ. നിന്നില്ലേ? ഇല്ല, നിന്നില്ല. താഴെ ഇവിടെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കച്ചവടക്കാരല്ലേ? നമ്മളെ വണ്ടി ഇവിടുന്ന് എടുത്തു. ഇത് C1 ജനറേറ്റർ കാർ. അത് ഇൻസ്റ്റഡോ അല്ല, യശ്വന്തപുരിൽ നിന്ന് വരുമ്പോൾ ഇവിടെയാണ് ഇൻസ്റ്റഡോ ഉണ്ടാവുക. പുറകിലിരിക്കുന്നവരാണ്ടതാ. നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട് വരാം. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മുന്നിലാണ് 3 ഇഞ്ച് പുറകിലുണ്ടാവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഇൻസ്റ്റഗ്രാമിൽ വരുന്നുണ്ടെങ്കിൽ ബാങ്ക് യശ്വന്തപുരിൽ വരണം. ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ.
നല്ല താഴ്ചയാണിതാ. നല്ലൊരു പ്ലേസ് കിട്ടിയത്. എല്ലാവരും ഡോറിൻ്റെ അടുത്തന്നെയാണ്. വിൻഡോൻ്റെ അടുത്ത് ആൾക്കാരൊന്നും അധികമൊന്നുമില്ല. എല്ലാവരും ഈ ഡോറിൻ്റെ ഭാഗത്ത് തന്നെ വന്നിരിക്കുന്നു. കാരണം വിസിബിലിറ്റി കൂടുതലും നമുക്ക് നല്ല രീതിയിൽ വ്യൂ കിട്ടുന്നത് ഇവിടെ നിന്നാണല്ലോ. ഒരു ടണലിൽ നിന്ന് ഇറങ്ങി അടുത്ത ടണലിലേക്ക്. ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ ട്രാക്ക് മാൻമാരാണ്. അതായത് ട്രാക്കിനൊക്കെ പല എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അവരങ്ങനെ കിലോമീറ്ററുകളോളം നടക്കും. ആ കാഴ്ചകൾ നോക്കിയേ. ഒരു ബ്യൂട്ടി റൂട്ട് തന്നെ കേട്ടോ ഇത്. നമ്മളെ വെസ്റ്റേൺ കട്ട് അതിലേക്കൂടെ അങ്ങ് താഴിലേക്കൂടെ റോഡ് പോകുന്നുണ്ട്. ഈ ഗോപ്രോയിൽ അത് വ്യക്തമാവില്ല. ഫ്രണ്ടിൽ 2 ലോക്കോ അറ്റാച്ച് ചെയ്യുകയാണ്. നമ്മുടെ വണ്ടീൻ്റെ പുറകിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ മുന്നിൽ വലിയ മലനിരകൾ. ഇതിൻ്റെ ചെരുവിലൂടെ നമ്മളിതാ വണ്ടി പോകും. ഇവിടെ ഈ ഒരു സൈഡിൽ വലിയ മലനിരകൾ തന്നെയാണ്. മലേൻ്റെ ചെരുവിലൂടെയാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ റോഡ് കണ്ടത് അതിലേക്കൂടെയാണ് പോകുന്നത്. വണ്ടി ഇവിടെ നിർത്തുമോ? ഒരു ഡൗട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ സ്റ്റീരിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ ചിത്രീകരിക്കാമെന്ന് വെച്ചു. ഡോറിൻ്റെ അടുത്ത് നല്ല വലിയൊരു വ്യൂ ഒക്കെ തീർന്നു. എല്ലാവരും ഡോറിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ടായത്. പിന്നെ അവിടുന്ന് കുറേ പേര് പാട്ടൊക്കെ വെക്കുന്നുണ്ടായി. പിന്നെ അത് നമുക്ക് കോപ്പറേറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് സീറ്റിൻ്റെ അവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇവിടെ നിന്നു. ഗഡ് സെക്ഷനൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ സകലേഷ്പൂർ എത്തിയിരിക്കുകയാണ്. ഇനി വണ്ടിയിൽ ഒരു സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞു. ഇപ്പം നോർമലി പോകുന്ന പോലെ തന്നെ പോയിക്കോളും. ഒരു നേരം മെല്ലെ വന്നത്.
സകലേഷ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ 10 മിനിറ്റാണ് ഹോട്ടല്ലേ. ഇവിടുന്ന് നമ്മുടെ ട്രെയിനിന്റെ പിറകിലുണ്ടല്ലോ എഞ്ചിൻ ഉണ്ടായിരുന്നു ഘടിപ്പിച്ചത്. ആ ലോക്കൊക്കെ മാറ്റി റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ നല്ലൊരു സ്പീഡിന് എടുക്കുമായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് അസൻ ശ്രാവണ ബലഗോള വഴിയാണല്ലോ പോകുന്നത്. സമയം ഇപ്പോൾ 3:39. എത്ര മണിക്ക് വണ്ടി എടുക്കുന്നത്? 3:45 45. ഇവിടെ 30 എത്തി. നേരത്തെ എത്തി. എന്നാലും ആ റൂട്ട് വരും. 55 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ കിടലൻ റൂട്ടാണ്. മൺസൂൺ സമയത്ത് ടൈമിലാണ് പോകേണ്ടത്. അതെ. നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോവാം അല്ലേ. കാരണം പെട്ടെന്ന് ചാടി ഓടി കയറണ്ട. ഒരൊറ്റ സീവൻ മാത്രമില്ല. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. ഒരു തെറ്റായത് ഒരു D5 വരെ നേരത്തെ പറഞ്ഞത്. D6 ഉണ്ട് കേട്ടോ. അത് ഇപ്പത്ര അങ്ങോട്ട് പോയപ്പോൾ നോക്കിയത് ആപ്പിൽ മിസ്റ്റേക്ക് അല്ലേ. കറക്റ്റ് 3:45 തന്നെ സകലേഷ്പൂരിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഹസൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്പീഡ് വന്നില്ലേ. ഇനി 230 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടാനുണ്ട് യശ്വന്തൂരിലോട്ട്. ഹസനിലേക്ക് ഇനി ഒരു 28 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ഈ ശരിക്കും ഈ പകല് സെക്കൻഡ് സീറ്റിംഗ് ഇല്ല നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന കോച്ച് ഇതിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും ഒരു മടുപ്പാണ്. ഒരു നല്ല രീതിയിൽ ഉറക്കം വരും. ഇതിനകത്ത് AC ഒക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടാണ്. C1 വിസ്റ്റർഡാമിലൊക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടായിരിക്കും. ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഹസൻ എത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ ഉണ്ടാവും. വണ്ടി ബിഫോർ ടൈമാണ്. നേരത്തെ എത്തി. ഹസൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ KSRTC ഒക്കെ പോകുന്നുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഹസൻ ഭാഗത്തേക്ക് വരുന്നത്. ഹസൻ റെയിൽവേ സ്റ്റേഷനിൽ എത്ര മിനിറ്റാണ് വണ്ടിക്ക് ഹോൾട്ട് ഉള്ളത്? 5 മിനിറ്റാണ് ഹോൾട്ട് ഉള്ളത്. നമ്മുടെ മംഗലാപുരം ബാംഗ്ലൂർ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഹസൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബിഫോർ ടൈമിലാണ് എത്തിയതല്ലേ. നേരത്തെ എത്തി, ഒരുപാട് മുന്നേ എത്തി. ഇത് ജംഗ്ഷൻ വരാൻ കാരണം എന്താ പറയുക അറിയോ? ഇവിടെ നിന്നാണ് മൈസൂരേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്. നമ്മൾ വന്ന മംഗലാപുരം റൂട്ട്, പിന്നെ യശ്വന്തൂർ റൂട്ട്, പിന്നെ ഒരു റൂട്ട് കൂടി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറയാം അർസിക്കര. ഈ നമ്മുടെ കണ്ണൂരിൽ നിന്ന് വരുന്ന പണ്ട് മൈസൂർ വഴി കണ്ണൂരിൽ നിന്ന് ഒരു എക്സ്പ്രസ് ഉണ്ടായിരുന്നു അല്ലേ. അതന്നെ. അതിപ്പോ ശ്രാവണ ബലഗോല വഴിയാണ് ഇപ്പൊ പോകുന്നത് അല്ലേ. അന്ന് മൈസൂർ ഉണ്ടായിരുന്നു. അത് പിന്നെ മാറ്റി ഇപ്പൊ ശ്രാവണ ബലഗോല വഴിയാണ്. ഈ റൂട്ട് വഴി. അടുത്ത സ്റ്റോപ്പ് നമുക്ക് ശ്രാവണ ബലഗോളയല്ലേ. അല്ല, അതിന് എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പില്ലേ? ബാംഗ്ലൂർ എത്താൻ വേണ്ടിട്ട്. അതെ. ഇപ്പൊ മക്കളത്തെ ഫേമസ് അല്ലാത്ത കുറെ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. ശ്രാവണ ബലഗോളയാന്ന് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ഫേമസ് ആയ സ്റ്റോപ്പ്. പിന്നെ നമ്മുടെ കോച്ചിൽ ഭയങ്കര ഈ മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അല്ലേ. കോപ്പിറൈറ്റ് കിട്ടും. ചെറിയ പിള്ളമാര് വന്നിട്ട് അവരോട് പിന്നെ നമ്മൾ ഇങ്ങനെ എതിർത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ വെക്കട്ടല്ലേ. ഹസന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇതൊരു പഴയ SWRന്റെ ഹസൻ ജംഗ്ഷൻ.
റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നെ ഡെവലപ്പ് ആണോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ ഇത്. ശ്രാവണബെളഗോള റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് പെട്ടെന്ന് നിർത്തും, പെട്ടെന്ന് തന്നെ എടുക്കും അല്ലേ? അതെ, ഇവിടെ 1 മിനിറ്റ് മാത്രമേ ഹോൾട്ട് ഇല്ല. ഇവിടെ നല്ലൊരു അടിപൊളി സ്ഥലമല്ലേ, നല്ല കിട്ടില്ല സ്ഥലം. ഈ ശ്രാവണബെളഗോളയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശ്രാവണബെളഗോളയിൽ 2 കുന്നുകളുണ്ട്. അതായത് ഒന്ന് വിന്ധ്യാഗിരി, അതുപോലെ തന്നെ ചന്ദ്രഗിരി എന്ന് പറഞ്ഞ 2 കുന്നുകൾ. അതിൽ വിന്ധ്യാഗിരി കുന്നിൽ ഒരു പ്രതിമയുണ്ട്, അതായത് ഗോമതേശ്വർ പ്രതിമ. അതായത് ലോകത്ത് തന്നെ മറ്റൊരു താങ്ങില്ലാതെ നിൽക്കുന്ന ഒരു ഒറ്റക്കൽ പ്രതിമ. അതിൻ്റെ പേരാണ് ഗോമതേശ്വർ പ്രതിമ. അപ്പം ഈ ജൈന മതത്തിൻ്റെ ആ വിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ പറഞ്ഞ ഗോമതേശ്വർ, ഈ പറഞ്ഞ ശ്രാവണബെളഗോള. ഈ ഗോമതേശ്വർ പ്രതിമയിൽ നിന്നാണ് നമ്മുടെ ട്രെയിന് ഗോമതേശ്വര എന്നൊരു എക്സ്പ്രസ് എന്നൊരു പേര് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എടുക്കും, വണ്ടി ഡിലേ ചെയ്യുന്നില്ല കേട്ടോ, ഓൺ ടൈം. ഞാൻ പറഞ്ഞു വന്ന വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു നാടിൻ്റെ ഭൂപ്രകൃതി, ആ സ്ഥലം, അല്ലെങ്കിൽ ഒരാളുടെ സംസ്കാരം, അതുമായിട്ടെല്ലാം നമ്മുടെ ഒരുപാട് ട്രെയിനുകൾക്ക് പേര് വരുന്നത് കേട്ടോ. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇവിടുന്നും ഇപ്പം തന്നെ വണ്ടി എടുക്കും. ശ്രാവണബെളഗോളയിൽ നിന്നും വണ്ടി എടുത്തിരിക്കുകയാണ്. ഹോൺ അടിച്ചു. എന്താ വണ്ടി എടുക്കാത്ത? എടുത്തു. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. നിലവിൽ ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടി പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് KSR ബംഗളൂർ പോകുന്നൊരു വണ്ടിയുണ്ട്. ഒരൊറ്റ വണ്ടി മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇവിടെ പുലർച്ചയ്ക്ക് എത്തുക അല്ലേ? അതെ. ഇങ്ങോട്ടേക്ക് ഏകദേശം സെയിം ടൈം തന്നെ തോന്നുന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പം ഒരു 12 മണി ആ ഒരു ടൈം ആയിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ ഒരു പുലർച്ചെ 2 മണി ആ ഒരു ടൈം. 2 മണിയല്ല 3 ആ ഒരു ടൈം. അതെ, ആ സമയത്ത് തന്നെ. ശ്രാവണബെളഗോള പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് നീട്ടമുള്ള പേരാ. ഇവിടെ മൊത്തം കൃഷിപ്പാടാണ്. നല്ല അടിപൊളി പ്ലേസ് അല്ലേ? അതെ. അങ്ങ് അവിടെയായിട്ട് ഒരു മല കാണുന്നില്ലേ? അവിടെയാണ് ഗോമതേശ്വര പ്രതിമയുള്ളത്. ഇതിപ്പോൾ ഇവിടുന്ന് ഇപ്പം വിസിബിൾ ആവുന്നില്ല. അത് ആ ഒരു മലയിലാണ് ഉള്ളത്, ആ ഒരു സ്റ്റാച്ചു. അതെ, ഈ ഒരു മലയിൽ ഗോമതേശ്വര പ്രതിമ. കുണികൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 7:50. നെലമംഗല റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് ഒരു 16 കിലോമീറ്ററിൻ്റെ മുമ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരു വണ്ടി അങ്ങനെ വരുന്നത് കാണുന്നില്ലേ? സിംഗിൾ ട്രാക്കാണ്. KSR ബംഗളൂരിൽ നിന്ന് കർവാറിലോട്ട് പോകുന്ന പഞ്ചഗംഗ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അതിപ്പോൾ നമ്മളെ ക്രോസ് ചെയ്ത് പോകും. അത് ഇനി നേരെ കർവാറിലോട്ട്. ഇതിനുവേണ്ടി അതേ റൂട്ട് തന്നെ വരും. അതെ. ഇതിനുവേണ്ടി ഒരുപാട് സമയമായി ഇവിടെ നിർത്തിയിട്ടിട്ട് നമ്മുടെ വണ്ടി. ഇനി നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ കിട്ടും. ചിക്കബനാവർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് എവിടെയാ? 8 കിലോമീറ്റർ. അതിലേക്കൂടെ ഏതോ ഒരു വണ്ടി ഹോൺ അടിച്ച് വരുന്നുണ്ട്. ഇല്ല, അവിടെയൊക്കെ ആൾക്കാരാണ്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നല്ല സ്പീഡിലാണ് തോന്നുന്നല്ലേ അത് വരുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന യശ്വന്തൂർ. നമ്മളെ കണ്ണൂർ വണ്ടിയൊക്കെ ഈ വഴി ഇപ്പോൾ പോകാനുണ്ട്. ഇവിടെ നിന്നും വണ്ടി എടുത്തിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ.
അങ്ങനെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 8:45 എത്തേണ്ട വണ്ടി 8:50 യശ്വന്ത്പൂർ എത്തി. വെറും 5 മിനിറ്റ് മാത്രം ഉണ്ടില്ലേ. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക്, ഈ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഒരു സബ് സ്റ്റേഷനാണ് യശ്വന്ത്പൂർ. നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൻ്റെ സബ് സ്റ്റേഷനാണല്ലോ കൊച്ചുവേളി. അതുപോലെ ബാംഗ്ലൂരിൻ്റെ മറ്റൊരു സബ് സ്റ്റേഷനാണ് യശ്വന്ത്പൂർ. ബാംഗ്ലൂരിൽ നിന്ന് തന്നെ എല്ലാ ട്രെയിനും അങ്ങനെ വിടാൻ പറ്റില്ല, കുറച്ച് യശ്വന്ത്പൂരിൽ നിന്ന് വിടും. യശ്വന്ത്പൂർ ഇത് ഏത് പ്ലാറ്റ്ഫോമാണെന്ന് 5 തോന്നിയത്. 5 നമ്പർ പ്ലാറ്റ്ഫോം അല്ല, ഇത് 4 നമ്പർ പ്ലാറ്റ്ഫോമാണ് നമ്മളെ വണ്ടി വന്നത്. തൊട്ടപ്പുറത്തൊരു വണ്ടി കിടക്കുന്നുണ്ട്, യശ്വന്ത്പൂർ ഷിമോഗ ടൗൺ ഇൻ്റർസിറ്റി. നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മുടെ സീറ്റില്ലേ, ഇതൊക്കെ പുഷ് ബാക്ക് സീറ്റാണല്ലേ. നേരത്തെ കാണിക്കാൻ വിട്ടുപോയി, നല്ല തിരക്കായിരുന്നല്ലോ. അതെ അതെ, നമ്മുടെ ഒരു കോച്ച് ഇതാണ്. കംഫർട്ടബിൾ സീറ്റും ഒക്കെയാണ്. കാരണം നല്ലൊരു എന്താ പറയുക എടുത്തു പറയാൻ കാരണം ഇതെല്ലാം LHP ആണല്ലോ. നമ്മളുണ്ടല്ലോ മംഗലാപുരത്ത് നിന്ന് യശ്വന്ത്പൂർ ബാംഗ്ലൂർ വരെ 9 മണിക്കൂറിൽ കൂടുതൽ ട്രാവൽ ചെയ്യാൻ എടുത്തു. അതെ അതെ, അറിയാലോ ആ റൂട്ടിൻ്റെ ഒരു ഇതാണ്. അതെ. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനി കുറച്ച് ദിവസം കർണാടകയിലത്തെ കുറച്ച് കാഴ്ചകളായിരിക്കും. കർണാടകയിൽ ഞങ്ങൾ പോകാത്ത ട്രെയിൻ റൂട്ടുകളായിരിക്കും ഇനി വരാൻ പോകുന്ന വീഡിയോ. അതെ, അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ നമ്മുടെ മംഗലാപുരത്ത് നിന്ന് യശ്വന്ത്പൂർ വരെയുള്ള ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാറ്റേഴ്സ് കണ്ടുകൊണ്ടിരിക്കാം. ബൈ ബൈ.